കെട്ടിപ്പഴക്കാളെ തന്നെ ഇടിച്ച് കെട്ടിക്കളഞ്ഞു പറഞ്ഞാൽ അതെന്തായാലും അത് ചേട്ടനിമാരാ അത് വെള്ളം കൊടുത്താ ഉച്ചയ്ക്ക് കൊണ്ടുവന്ന് എഴുന്നേൽപ്പ് കഴിഞ്ഞാണ്ട് വെള്ളം കൊടുക്കാൻ ആ അമ്പലത്തിന് കടുത്തിട്ടുണ്ട് അവിടെ നിർത്തി വെള്ളം കൊടുത്തെന്നാ പറഞ്ഞു. അന്ന് ഈ കിണറ് വായില്ല, കവുങ്ങുന്തടി അങ്ങണ്ടായിരുന്നു. വെള്ളം കുടിച്ചോ ഒറ്റയിടിച്ച് കിണറ്റിയിട്ടു, കയറ്റിയിട്ടിച്ച് പാടത്തിൻ്റെ പരിച്ചിട്ടെന്നാ പറഞ്ഞു. അന്നേരം ഇപ്പറേ പുള്ളി ചേട്ടനാരണ്ടാ രക്ഷപ്പെടുത്തി. അതാണ് പെട്ടെന്നുള്ള അറ്റാക്കാണ്. അറ്റാക്ക് അല്ല നമുക്കങ്ങനെ ഇപ്പം ന്യായമായിട്ടുള്ള ആനകൾ കാണിച്ചു തന്നിട്ട് ഞാനത് ചെയ്യും എന്നുള്ള ഒന്നുമില്ല. അതല്ലേ വൈദ്യന്തിര സ്വഭാവം. പോകുന്ന വഴിക്ക് ആന പണി പറ്റിക്കണം. ടൗണിൽ കൂടെ പോകാൻ സൂക്ഷിച്ചില്ലെങ്കിൽ ആന പറ്റിക്കും. ഒരാൾ മുകളിൽ ഒരാൾ താഴെയാണെങ്കിൽ കുഴപ്പമില്ല, ചട്ടം വേണം. തട്ടക്കാരനൊക്കെ പോകുന്നെങ്കിൽ ചിലപ്പോൾ ആന ചെയ്യും. ചട്ടക്കാരൻ മണ്ടയ്ക്ക് ഇരുന്നാലും ചെയ്യും. അതെങ്ങനെ കീഴൊക്കെ ഇപ്പം ആന പോകുന്ന വഴിക്ക് ഒരുത്തം അറിയാതെ തൊടാൻ വന്നാൽ മതി. ആ തൊടുന്നവർക്കായിരിക്കില്ല കിട്ടുന്നത്. അപ്പോൾ ആന എഴുന്നള്ളിച്ച് പോകുകയാണെങ്കിലും അതിന് തൊടുന്നവർക്കിട്ടല്ല കിട്ടുന്നത്. ആനക്കാരല്ലേ പുറകെ വേറെ ഒരാളായിരിക്കും പോകുന്നത്. അങ്ങനെ കിട്ടും. അങ്ങനൊക്കെ ഉത്സവത്തെ ഒത്തിരി ഇതായിട്ടുണ്ട്. ചേട്ടന് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ? പിന്നെ ആന ഇടിച്ച് എൻ്റെ കാലിന് വന്നിട്ടുണ്ട്. കൊടുക്കുന്ന പുഷ്പാക്ഷത്തിന് ആന മമ്പഴ ഓമനച്ചെന്ന് പറഞ്ഞ പുള്ളി കയറി വന്ന ആ പുള്ളിക്കെട്ട് കൊടുത്താൽ എനിക്കിട്ട് കിട്ടി. മണ്ടൊരാളുണ്ട്, പുള്ളിയുടെ കാലും പോയി അവിടുന്ന് പുഷ്പാഭിഷേകമായിരുന്നു. എന്നെ 2 പ്രാവശ്യം തട്ടിയിട്ടാ. അത് പറഞ്ഞില്ലേ വല്ലവർക്കും ഒക്കെ വരുന്ന നമുക്ക് നമ്മളെ അല്ലെങ്കിൽ അത്രയും ഭയാനകമായ രീതി ചെയ്യണമെന്നില്ല. നമ്മളെ ഇടിച്ചകറ്റി ആന കൊണ്ടുപോകും. ആന കൊല്ലും. അയ്യോ